ഹലോ. അപ്പൊ ഇന്ന് നമ്മളുടെ വീഡിയോ നമ്മൾ ITR ഫയൽ ചെയ്യേണ്ടതിന്റെ അതിന്റെ ഒരു ആവശ്യകതയാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെക്ഷനിലേക്ക് എത്തിയിരിക്കുന്നത് മിസ്റ്റർ വിഷ്ണു ആണ്. അദ്ദേഹം ഒരു ടാക്സ് കൺസൾട്ടന്റ് ആണ്. അപ്പൊ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് Q&A ചോദിക്കാം. അപ്പോൾ കൃത്യമായിട്ട് തന്നെ അതിന്റെ മറുപടി പറയും. അപ്പൊ ആ ഒരു മേഖലയിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളിനെ ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വിഷ്ണു ഒന്നുകൂടി അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തും. ഓക്കെ. ഞാൻ വിഷ്ണു ടാക്സ് കൺസൾട്ടന്റ് ആണ്. 10 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. നമ്മൾ ഒരുപാട് പേര് ഇൻകം ടാക്സ്, ഓഡിറ്റിംഗ്, GST കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു ഫീൽഡാണ് നമ്മുടെ ഉള്ളത്. ഓക്കെ, ഞാൻ നിങ്ങളുടേതായ എല്ലാ ഡൗട്ട്സുകളും ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സെഷനിലൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ടാക്സ് ഫയൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ തന്നെ ഗ്രൂപ്പിൽ ITR ഫയൽ ചെയ്യണ ഒരു ഫോം ഉണ്ട്. നിങ്ങളുടെ ഡീറ്റെയിൽ അവിടെ കൊടുക്കാം. അപ്പോൾ ഇവരുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ITR ഫയൽ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം തന്നെ Q&A ചോദിക്കാം. ആദ്യത്തെ അതുൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് ITR എന്നുള്ളതാണ്. ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ കൂടിയും ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ എന്താണ് ചുരുക്കം പറഞ്ഞ ITR എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതായത് നല്ലൊരു കാര്യമാണ്. ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് ഇൻകം ടാക്സ് എന്താണെന്നുള്ളത് ആദ്യം അറിയണം. ഇൻകം ടാക്സ് നമ്മുടെ വരുമാനത്തിന് ബേസ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ലാഭം അല്ലെങ്കിൽ സാലറി, അത്തരത്തിലുള്ള നമ്മുടെ ഒരു ഇൻകത്തിന് മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റം ആണ് അത് ആക്ച്വലി ഉള്ളത്. ഓക്കെ, അത് വരുമാനം കൂടുതലുള്ളവർക്ക് എന്ത് ചെയ്യണം? കൂടുതൽ ടാക്സ് അടയ്ക്കണം. കുറവുള്ളവർക്ക് കുറഞ്ഞ ടാക്സ് അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട, അങ്ങനെ ഒരു സിസ്റ്റം ആണ് ഉള്ളത് നിലവിൽ. ഓക്കെ, അതായത് പിന്നെ ഈ റിട്ടേൺ ഫയലിംഗ് കൂടി ഞാൻ പറയാം എന്താന്നുള്ളത്. റിട്ടേൺ ഫയലിംഗ് പറഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ആയിട്ട് ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകം കറക്റ്റ് ആയിട്ട് ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ റിട്ടേൺ ഫയലിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലാരിറ്റി ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സഞ്ജീവ് RG ചോദിച്ചിരിക്കുന്നത് ഇൻട്രാഡേ ചെയ്യുമ്പോൾ ITR 3 ആണോ ചെയ്യേണ്ടത്? ഇൻട്രാഡേ ബിസിനസ് ഇൻകം ആണ്. ആ ബിസിനസ് ഇൻകം ചെയ്യുമ്പോൾ നമുക്ക് ITR 3 യൂസ് ചെയ്യാം. അത് നമുക്ക് ITR 4ഉം നമുക്ക് അതിൽ യൂസ് ചെയ്യാം. അതിൽ നിങ്ങളുടെ ബാക്കിയുള്ള ഇൻകത്തിന്റെയും കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ആക്ച്വലി ഈ ഫോം സെലക്ഷൻ വരുന്നത്. സോ അത് ഡിപ്പെൻസ്, ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ഇൻട്രാഡേ മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതെ, അപ്പൊ അതായത് താങ്കളിപ്പോ സഞ്ജീവ് ഇൻട്രാഡേ മാത്രം ആയിരിക്കില്ലല്ലോ ജോലി ചെയ്യുന്നുണ്ട്, മറ്റുള്ള ഇൻകം കൂടി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഫോം അതനുസരിച്ച് തന്നെ മാറും. ഇനി അടുത്തത് അതിൽ ചോദിച്ചിരിക്കുന്നത് വീണ്ടും ഇതിന്റെ ഫീസാണ്. എത്ര ഫീസ് വരും എന്നുള്ളതാണ് അതിന്റെ ക്വസ്റ്റ്യൻ. ഫീസിന്റെ കാര്യം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ഇന്ന ഫിക്സഡ് എമൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെയും ഇൻകം നേച്ചറും അതിന്റെ സ്വഭാവമൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അത് മാത്രമല്ല അവർ ഇൻകം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ഇതിൽ സ്റ്റോക്ക് മാർക്കറ്റിംഗ് തന്നെ ആണെങ്കിൽ ഒരുപാട് ബ്രോക്കേഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, FNO, അല്ല സോറി, ഇക്വിറ്റി, ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടായിരിക്കും അതിൽ ഫീസിന്റെ കാര്യം ഉണ്ടായിരിക്കുക. അത് നമ്മുടെ ടീമിനെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരുടെ ഇൻകത്തിന്റെ ഫുൾ ആയിട്ട് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ടീം അവർക്ക് ഇത്ര രൂപ ഫീസ് അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് പറഞ്ഞു കൊടുക്കും. അതിന് അവർ ഓക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? നമ്മളെ ടീമായിട്ട് അവർക്ക് ഫയലിംഗ് കണ്ടിന്യൂ ചെയ്യാം. അബീന, അപ്പൊ അത് കൺഫ്യൂഷൻ മാറിയെന്ന് കരുതുന്നു. അതായത് നമുക്ക് ചില ആളുകൾക്ക് അപ്സ്റ്റോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ചില ആളുകൾക്ക് സെറോദ ഉണ്ടാവും, ചില ആളുകൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങളൊരു സ്ഥലം വിറ്റിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ള ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എത്രയാണ്, ഈ ഒരു ട്രാൻസാക്ഷനിൽ തന്നെ ചെയ്യാൻ എത്ര സമയം എടുക്കുന്നുണ്ട്, അപ്പൊ അതനുസരിച്ചാണ് ഫീസ്. ഫിക്സ്ഡ് ഫീസ് എന്ന് പറയാൻ സാധിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന വോളിയം അനുസരിച്ചാണ് ഫീസ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് തന്നെ ക്ലാരിറ്റി ആണ് എങ്കിൽ കൂടിയും ഞാൻ എൻ്റെ വേർഷനും കൂടി നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാനായിട്ട് ഞാൻ കുറച്ച് ആഡ് ഓൺ ചെയ്യുന്നുള്ളൂ. ഇനി സുധീർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ബെനിഫിറ്റ്, ഇൻകം ടാക്സ് ITR ഫയൽ ചെയ്താൽ ഉള്ള ബെനിഫിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ലീഗൽ കംപ്ലൈൻസ്, നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ടാക്സ് സിസ്റ്റം അല്ലെങ്കിൽ മറ്റുള്ള നിയമങ്ങൾ, കാര്യങ്ങളൊക്കെ പാലിക്കുക എന്നുള്ളത്. അതിൽ ഫസ്റ്റ് ലീഗൽ കംപ്ലൈൻസ് ആണ് ഇതിൽ ഏറ്റവും വരുന്ന ബെനിഫിറ്റ്. നമ്മൾ ഇന്ത്യയിൽ കറക്റ്റ് നമ്മുടെ വൈറ്റ് മണി ആയിട്ട് നമ്മുടെ എല്ലാം കയ്യിൽ കിട്ടണമെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള ഫണ്ട് എല്ലാം വൈറ്റ് മണി ആവണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തേ മതിയാവുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇതൊരു ഇൻകം പ്രൂഫായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് എല്ലാ ഹൗസിംഗ് ലോണോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിസ പ്രോസസ്സിങ്ങിലൊക്കെ ഇൻകം പ്രൂഫായിട്ട് നമ്മുടെ ആക്ച്വലി ITR ഫയലിംഗിന്റെ അക്നോളജ്മെന്റ് ആണ്
യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഷെയർ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മെയിൻ ആയിട്ട് ഇതിൽ നോക്കാനുള്ളത് ലോസ് സംഭവിക്കുമ്പോൾ ഈ ലോസിനെ അല്ലെങ്കിൽ പ്രോഫിറ്റിനെ മറ്റുള്ള ഇൻകം ഹെഡുകളിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചർ ഇയേഴ്സിലേക്ക് ലോസ് വരുമ്പോൾ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അത്തരത്തിലൊക്കെയാണ് ഇതിൽ മേജർ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് വരുന്നത്. ഓക്കെ, ക്ലാരിറ്റി ആയെന്ന് വിചാരിക്കുന്നു. ലോൺ എടുക്കുന്ന സമയത്ത്, വിദേശത്തേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത്, സ്റ്റുഡൻസ് ലോണൊക്കെ എസ്പെഷ്യലി എടുക്കുന്ന സമയത്ത് ഇതൊരു ഇൻകം പ്രൂഫാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ നമുക്ക് അവസാനം ഇദ്ദേഹം പറഞ്ഞത് നമ്മളൊരു FNO ചെയ്ത് അതിനുശേഷം ഈ തവണ ലോസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ തവണ ഒരു 2 ലക്ഷം രൂപ ലോസ് ഉണ്ടായി എന്ന് കരുതുക. അപ്പോൾ ആ ലോസ് നമ്മൾ ഫയൽ ചെയ്തു, റിപ്പോർട്ട് ചെയ്തു. നെക്സ്റ്റ് ഇയർ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ഈ തവണത്തെ ലോസും നെക്സ്റ്റ് ഇയറിലെ ആ ഒരു പ്രോഫിറ്റും സെറ്റ് ഓഫ് ചെയ്ത് അഡീഷണൽ വരുന്ന ആ ഒരു തുകക്ക് നമ്മൾ ടാക്സ് അടച്ചാൽ മതിയാവും. അതുകൊണ്ട് തന്നെ ലോസ് വന്നാലും നമ്മൾ അത് ഫയൽ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു, എന്ത് ഇത് ലോസ് വന്നാൽ ഫയൽ ചെയ്യണോ എന്നൊരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലോസ് വന്നാൽ ഫയൽ ചെയ്യണം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഇതിലൂടെ ആൻസർ ചെയ്തു. സുധ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഫയൽ ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഫയൽ ചെയ്താലുള്ള ഗുണങ്ങൾ പറഞ്ഞു, ഫയൽ ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഫയൽ ചെയ്തിട്ടില്ല. കുറെ ആൾക്കാർ ലോസ് ആയി കഴിഞ്ഞാൽ ഫയൽ ചെയ്യില്ല. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ലോസ് അല്ല, എനിക്ക് ലാഭമില്ലല്ലോ എന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ ബെനിഫിറ്റിൽ പറഞ്ഞ നേരം ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ലോസ് കാര്യങ്ങൾ ഫ്യൂച്ചർ ഇയേഴ്സിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, നമുക്ക് പ്രോഫിറ്റ് ഉള്ള ആളുകളാണെന്ന് വെച്ചാൽ അവർക്ക് ഇൻട്രസ്റ്റും പെനാൽറ്റീസും കാര്യങ്ങൾ വരും. അതേപോലെ ഫ്യൂച്ചർ നോട്ടീസസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ എമൗണ്ടിലാണ് പെനാൽറ്റീസ് കാര്യങ്ങൾ വരുന്നത്. ഇതാണ് അതിലത്തെ ഫസ്റ്റ് പ്രശ്നം. ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെനാൽറ്റീസും ലേറ്റ് ഫീസും കാര്യങ്ങളും വരും. അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ചില ആളുകൾക്ക് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലൊക്കെ വണ്ടി മേടിക്കും. ഇപ്പൊ സർവ്വസാധാരണമായിട്ട് വരുന്നൊരു കേസാണ്, ഒരു TDS പിടിച്ചിട്ടുണ്ടായിരിക്കും. ആ എമൗണ്ടുകളൊന്നും എന്ത് ചെയ്യില്ല, റീഫണ്ട് ആയിട്ട് കിട്ടേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ അത് കിട്ടുകയില്ല. നമ്മൾ റീഫണ്ട് കിട്ടണമെങ്കിൽ കറക്റ്റായിട്ട് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ നമുക്കറിയാലോ ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഈ തവണ ഫയൽ ചെയ്തില്ല എന്ന് വിചാരിക്കുക, നമ്മളത് മറന്നുപോകും. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കാം നമുക്ക് നോട്ടീസ് വരാം. ഈ നോട്ടീസ് വരുന്ന സമയത്ത് നമുക്ക് വിത്ത് ഇൻട്രസ്റ്റ് അടക്കം പേയ്മെന്റ് ചെയ്യണം അല്ലേ? അതെ അതെ. അതായത് നമ്മൾ നോട്ടീസ് വരുന്ന സമയത്ത് ഇതുവരെയുള്ള ആ ഒരു കാലയളവിൽ നമ്മൾ അടയ്ക്കേണ്ട തുക, അപ്പോൾ അതുവരെയുള്ള കാലയളവിലുള്ള ഇൻട്രസ്റ്റ് അടക്കം നമ്മൾ അടയ്ക്കണം. പിന്നെ നമ്മൾ ഹിസ്റ്റോറിക്കലി ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് അത് ചെകഞ്ഞെടുത്ത് അത് ഫയൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതായത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവും. ഒരു 5 വർഷം മുമ്പ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഫയൽ ചെയ്യാൻ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിരിക്കും, പണി കൂടുതലായിരിക്കും, താരതമ്യേന ഫീസും മേ ബി കൂടിയേക്കാം. അതേപോലെ തന്നെ 1 വർഷത്തിൽ കൂടുതലൊക്കെ ഡിലേ വരുന്ന സമയത്ത് അവർക്ക് അഡീഷണൽ ടാക്സ് വരും. എത്രയാണോ ടാക്സ് വരുന്നത് അതിന്റെ 25%, പിന്നെയും നീളാന്ന് വെച്ചാൽ 50%, 75% എന്നുള്ള രീതിയിൽ അഡീഷണൽ ടാക്സും അവർ അടയ്ക്കേണ്ടതായി. പിന്നെ നമ്മൾ പാനിക് ആവുകയും ചെയ്യും. കാരണം ഇങ്ങനെയുള്ള നോട്ടീസുകളെല്ലാം കാര്യങ്ങൾ വരും, നമുക്കത് റീഡ് ചെയ്ത് നോക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അടുത്തത് ശിവ സുന്ദർ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, ഇൻ കേസ് ഇൻകം ഫ്രം ഷെയർ ട്രേഡിംഗ് ഈസ് ലെസ് ദാൻ 1.52 lakh വി നീഡ് ടു ഫയൽ ITR 1 ഓൺലി. അതായത് അദ്ദേഹത്തിന്റെ ഇൻകം എന്ന് പറയുന്നത് ഷെയർ ട്രേഡിംഗിൽ നിന്നുള്ള ഇൻകം 1.5 ലക്ഷം രൂപയിൽ താഴെയാണ്. അദ്ദേഹം ITR 1 ആണോ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ചിലപ്പോൾ ആൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും ഈ ലോങ് ടൈം ക്യാപ്, ഈ 1.25 lakhs എന്നുള്ള എമൗണ്ട് അല്ലേ, അത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1.25 lakhs വരെ എക്സംപ്റ്റഡ് ആണ്. മേ ബി അതായിരിക്കും ആൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക തോന്നുന്നു. അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ട് എവിടുന്ന് കിട്ടിയെന്ന് മനസ്സിലാവുന്നില്ല. 1.25 lakhs നമുക്ക് നോർമലി ഇൻകം ടാക്സ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത് ന്യൂ ടാക്സ് റെജീമിലാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ 4 lakhs താഴെ വരുമാനമാണെങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഓൾഡ് ടാക്സ് റെജീമിലാണ് വെച്ചാൽ 2 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് നിങ്ങളുടെ ഇൻകം വെച്ചാലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് ഷെയർ ട്രേഡേഴ്സിന്റെ കാര്യത്തിൽ ഞാൻ പറയാം, നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുക. കാരണം നിങ്ങളുടെ ട്രേഡിങ്ങിലെ കോൺട്രാക്ട് വാല്യൂ വളരെ ഹൈ ആണ്. നിങ്ങൾ പ്രോഫിറ്റോ ലോസോ ഉണ്ടാക്കുന്ന എമൗണ്ട് ചെറുതാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ചെറുതാണെങ്കിലും, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഒരുപാട് കൂടുതലാണെങ്കിൽ നിങ്ങളുടെ കോൺട്രാക്ട് വാല്യൂ കൂടും. സോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് നോട്ടീസസ് കാര്യങ്ങൾ വരിക. സോ ഷെയർ ട്രേഡ് ചെയ്യുന്ന എല്ലാവരും നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യാണ് ബെറ്റർ ഓപ്ഷൻ. അടുത്ത ജാൻസി, എല്ലാ വർഷവും ഫയൽ ചെയ്യണോ? എല്ലാ വർഷവും ഫയൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 2 lakhs അല്ലെങ്കിൽ 4 lakhs താഴെയുള്ളവർ നിർബന്ധമായിട്ട് ഫയൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ.
ഈ വർഷമാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കൂടുതൽ വരുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണം. അല്ല തീരെ ഇൻകം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതേപോലെ ലോസ് അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യണം. അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഇൻകം പ്രൂഫ് ആയിട്ട് കണ്ടിന്യൂസ് നിങ്ങളുടെ ഒരു ഹിസ്റ്റോറിക്കൽ ട്രാക്ക് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണം. അതെ, ഒരു കാര്യം ആഴവും ചെയ്യാം. അതായത് പല ആവശ്യങ്ങൾക്കും ബാങ്ക് നമ്മൾ ചോദിക്കുന്നത് ലാസ്റ്റ് 3 ഇയർ ITR ഫയൽ ചെയ്ത ഡേറ്റ ആയിരിക്കും. അപ്പോൾ ഒരെണ്ണം മിസ്സിംഗ് ആവും അല്ലെ, ഒരു വർഷം ഫയൽ ചെയ്തില്ലെങ്കിൽ മിസ്സിംഗ് ആവും. അതെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ട്രാക്ക് റെക്കോർഡ്, ഇപ്പോൾ വിഷ്ണു പറഞ്ഞ പോലെ ആ ട്രാക്ക് റെക്കോർഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മൾ ആരെയും ITR ഫയൽ ചെയ്യാനായിട്ട് പുഷ് ചെയ്യുന്നതോ പേടിപ്പിക്കുന്നതോ അല്ല. അവയർനെസ് ആണ്. ഫയൽ ചെയ്യേണ്ടത് നമ്മളുടെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. പക്ഷെ ആസ് എ ഇന്ത്യൻ സിറ്റിസൺ എന്ന രീതിയിൽ കൃത്യമായിട്ട് ഫയൽ ചെയ്ത് പോകുന്നതാണ് നല്ലത്. അജയ്യുടെ ക്വസ്റ്റ്യൻ, ഞാൻ ഏപ്രിലിന് ശേഷമാണ് ട്രേഡിംഗ് തുടങ്ങിയത്, ITR ഫയൽ ചെയ്യേണ്ടതുണ്ടോ? ഇപ്പൊ ഈ 2026 ഏപ്രിലാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലെ? ഈ 2026 ഏപ്രിലാണെങ്കിൽ നിങ്ങൾ അത് ITR ഫയൽ ചെയ്യേണ്ടത് നെക്സ്റ്റ് ഇയറിലാണ്. നമുക്ക് ഇപ്പൊ ചെയ്യുന്നത് ഇപ്പൊ ഈ ജൂലൈ 31 അല്ലെങ്കിൽ ഓഗസ്റ്റ് 31 ഒരു ഡ്യൂ ഡേറ്റ് വരുന്നുണ്ട്. ആ സമയത്ത് ചെയ്യേണ്ടത് 2025 ഏപ്രിൽ 1 തൊട്ട് 2026 മാർച്ച് 31 വരെയുള്ള നിങ്ങളുടെ ഇൻകം റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് ആണ് ചെയ്യേണ്ടത്. അർജുൻ, എത്ര പ്രോഫിറ്റ് വന്നാൽ ആണ് ITR ഫയൽ ചെയ്യേണ്ടത്? അത് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് പ്രോഫിറ്റ് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ ടോട്ടൽ ഇൻകം, ഇതിൽ നിങ്ങളുടെ പ്രോഫിറ്റ് മാത്രമല്ല കൺസിഡർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മേ ബി സാലറി ഉണ്ടായിരിക്കും, വേറെ എന്തെങ്കിലും ബിസിനസ് ഇൻകം ഉണ്ടായിരിക്കും, ബാങ്ക് FD ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഈ എല്ലാ ഇൻകം കൂടി ചേർത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 2.45 ലാക്സ് അല്ലെങ്കിൽ 4 ലാക്സ് ഇതിന് മുകളിൽ വരുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണം. രാജീവ് ചോദിക്കുന്നത്, എനിക്ക് വേറൊരു ബിസിനസ് ഉണ്ട്, അവിടെ എനിക്ക് പ്രോഫിറ്റ് ആണ്, ബട്ട് ട്രേഡിംഗ് ലോസ് ആണ്, അപ്പോൾ എനിക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുമോ? നല്ല ക്വസ്റ്റ്യൻ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ഞാൻ വേഗം പറഞ്ഞു. രാജീവിന് വേറെ ബിസിനസ് ഉണ്ട്, അവിടെ പ്രോഫിറ്റാണ്, പക്ഷെ ട്രേഡിങ്ങിൽ ലോസ് ആണ്. അപ്പോൾ ഈ ബിസിനസ്സിലുള്ള പ്രോഫിറ്റും ട്രേഡിങ്ങിലുള്ള ലോസും തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുമെന്നാണ് രാജീവ്. നല്ലൊരു ക്വസ്റ്റ്യൻ. അതിൽ നമ്മൾ ട്രേഡിങ് പല ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ഉണ്ടല്ലോ. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, ഇൻട്രാഡേ. ഇത് ഇവർ ഏതിലാണ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അതിന്റെ സെറ്റ് ഓഫ് കാര്യങ്ങൾ വരുന്നത്. FNO ആണെന്നുണ്ട് വെച്ചാൽ നമുക്ക് തീർച്ചയായും അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ബിസിനസ് ലോസ് മറ്റൊരു ബിസിനസ് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് ലാഭിക്കാനായിട്ട് സാധിക്കും. ഷഫീഖ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഡെൽറ്റ എക്സ്ചേഞ്ച് ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ ITR ഫയൽ ചെയ്യണോ? ഡെൽറ്റ എക്സ്ചേഞ്ച് ഫയൽ ചെയ്യും, തീർച്ചയായും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. അത് നമുക്ക് ഈ പറഞ്ഞ പ്രോഫിറ്റ് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണം. രോഹിത്, ITR ഫയൽ ചെയ്യാൻ എങ്ങനെയാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യാന്നോ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ആ ഫോമിന്റെ കാര്യം പറയാം. അതായത് നമ്മൾ ഗ്രൂപ്പിൽ, ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഇപ്പൊ സൂം മീറ്റിലാണ് കാണുന്നതെങ്കിൽ നമ്മൾ സൂം മീറ്റിംഗിൽ ITR ഫയൽ ചെയ്യുന്ന ഒരു ഗൂഗിൾ ഫോം ഇടാം. നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് കമന്റിൽ ITR ഫയൽ ചെയ്യേണ്ട ആ ഒരു ഫോം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, നമ്മുടെ ടീം നിങ്ങളെ വിളിക്കും, ITR ഫയൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ രോഹിത്, ഇനി സിബിൻ തോമസ്, ഓപ്ഷനിൽ ഇൻട്രാഡേ ആണ് അദ്ദേഹം ചെയ്യുന്നത്, ഏത് ഫോമാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ബിസിനസ് ഇൻകം ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ITR 3 ഫോം യൂസ് ചെയ്യാം. ഫോം ആക്ച്വലി നിങ്ങളുടെ മറ്റുള്ള ഇൻകത്തിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഫോമിനെ ബേസ് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകരുത്. നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻകം ഉണ്ടോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോം സെലക്ട് ചെയ്ത് പോവാം. അതായിരിക്കും ബെറ്റർ ആവുക. കാരണം ചെറിയൊരു ഇൻകം വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോം മാറ്റേണ്ടതായിട്ട് വരും. ഓക്കെ, അതായത് ഫോം നമ്മളെ മറ്റുള്ള ബിസിനസ്സും സാലറി അതെല്ലാം കൺസിഡർ ചെയ്തിട്ടേ ചെയ്യാൻ പാടില്ല. ഇനി ലോസ് ആണെങ്കിൽ ITR ഫയൽ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അല്ലെ, പറഞ്ഞാണ്. നിർബന്ധമായിട്ട് ഫയൽ ചെയ്യാൻ നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എത്ര പ്രോഫിറ്റ് ഉള്ളവരാണ് ഫയൽ ചെയ്യേണ്ടത് അത് നമ്മൾ പറഞ്ഞോ? അത് പറഞ്ഞു, നമ്മൾ 2.5 ലക്ഷം രൂപയുടെ മുകളിൽ വരുന്ന എന്താ നിർബന്ധമായിട്ട്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ സുഭാഷ്. അതൊരു കാര്യം കൂടി ഞാൻ പറയാം, എത്ര പ്രോഫിറ്റ്. ഇതൊരു NRI ആണെങ്കിൽ ഈ ക്യാപിറ്റൽ ഗെയിനിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു സുഭാഷിന്റെ ക്വസ്റ്റ്യൻ. NRI ആണ്, ഡു ഐ നീഡ് ടു ഫയൽ ITR എന്ന് വെച്ചിട്ടുണ്ട്. NRI ആണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. കാരണം അവർക്ക് ഈ ഷോർട്ട് ടേം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ ബേസിക് എക്സംഷൻ ലിമിറ്റ് പോലും നമുക്ക് അവർക്ക് അവൈലബിൾ അല്ല. അവർ ഫസ്റ്റ് റുപ്പീ തൊട്ടിട്ട് തന്നെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് സിസ്റ്റം വരുന്നുണ്ട്. ഓക്കെ, NRIസും നമുക്ക് ഇന്ത്യയിൽ ടാക്സബിൾ ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഫയൽ ചെയ്യണം. അതേപോലെ ഷെയർ ട്രേഡിംഗ് ഇൻകം ആണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ചെറിയ എമൗണ്ട് ആണെങ്കിലും നിങ്ങൾ ഫയൽ ചെയ്യണം. കാരണം അതിൽ നിങ്ങൾക്ക് ടാക്സ് പേയ്മെന്റ് വരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലോസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ടും പറ്റും.
ജോയ് ജോസ് ഒരു നല്ല ക്വസ്റ്റ്യൻ. അതായത് കഴിഞ്ഞ 4 ഇയർ ആയിട്ട് FNO ചെയ്യുന്നുണ്ട്. സോറി ഒന്നുകൂടി പറയാം. ജോയ്, നിങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാണെങ്കിൽ നന്നായിരിക്കും. കഴിഞ്ഞ 4 ഇയർ FNOയിൽ ഉണ്ടായ ലോസ് ITR ഫയൽ ചെയ്തിട്ടുണ്ട്. ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ FNO ലോസ് നെക്സ്റ്റ് ഇയറിലെ സ്വിംഗ് ട്രേഡിലുള്ള പ്രോഫിറ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ അത് പറ്റില്ല, അത് പറ്റില്ല. സിങ്ക് ട്രേഡിംഗിൽ പറ്റില്ല. കാരണം അത് നിങ്ങൾ അതിനെങ്ങനെ നിങ്ങളുടെ ട്രേഡിംഗ് ഇന്റൻഷൻ നമുക്ക് ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. അത് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിലാണോ അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് പർപ്പസിലാണോ നിങ്ങൾ ഇത് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിനെ റിട്ടേൺ ഫയൽ ചെയ്ത കാറ്റഗറിക്ക് അനുസരിച്ചാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഓപ്ഷൻ നമുക്ക് ഒറ്റ ആൻസറിൽ അത് പറയാൻ പറ്റില്ല. ഓപ്ഷൻ ബിസിനസ് ഇൻകം ആണ്, സ്വിംഗ് നമുക്ക് ലോങ് ടൈം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അതെ. ഓക്കെ, അടുത്തത് കൃഷ്ണ ചോദിച്ചിരിക്കുന്നത് എപ്പോഴാണ് ലാസ്റ്റ് ഡേ ITR ഫയൽ ചെയ്യാൻ? നമുക്ക് ബിസിനസ് ഇൻകം ഇല്ലാത്തവർക്ക് ലേറ്റ് ഫീ ഇല്ലാതെ ഫയൽ ചെയ്യാൻ ഈ വരുന്ന ജൂലൈ 31 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതേപോലെ ബിസിനസ് ഇൻകം ഉള്ളവർക്ക് ലേറ്റ് ഫീ ഇല്ലാതെ ഫയൽ ചെയ്യുന്നത് ഓഗസ്റ്റ് 31 വരുന്നത്. അതിനുശേഷം ഫയൽ ചെയ്യുമ്പോൾ ലേറ്റ് ഫീസ് വരും. മാത്രമല്ല നമുക്ക് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവില്ല. ശ്രീരാം 10,000 ക്യാപിറ്റൽ സ്വിംഗ് ട്രേഡ് ആണ് ചെയ്യുന്നത്, കോളേജ് സ്റ്റുഡന്റ് ആണ്, എത്ര ടാക്സ് എമൗണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ, നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടല്ല നമ്മുടെ ഇൻകം ടാക്സ് ഫയലിംഗ് വരുന്നത്. നമുക്ക് വരുമാനത്തിന് ബേസ് ചെയ്തിട്ടുള്ള ടാക്സ് ആണ് ഇൻകം ടാക്സ്. ഇൻകത്തിന് മാത്രം ബേസ് ചെയ്ത്, അതായത് നിങ്ങൾ എത്രത്തോളം ലാഭം ഉണ്ടാക്കുന്നു നഷ്ടം ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരിക കേട്ടോ. സുനീർ അലി സൗദിയിലാണ് താമസം. കഴിഞ്ഞ ഇയർ സെപ്റ്റംബർ ആണ് ട്രേഡിങ് സ്റ്റാർട്ട് ആയത്. അതായത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ സ്റ്റാർട്ട് ചെയ്തു, ഇൻട്രാഡേ ചെയ്തു, ഇപ്പോൾ ഇല്ല, ഒള്ളി ഇക്വിറ്റി. ഞാൻ ഏത് ITR ഫയൽ ചെയ്യണം? എനിക്ക് 1.5 lakh ലോസ് ആണ്. ഓക്കെ, ITR ഫോം നിങ്ങളുടെ അതിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരിക. അത് നമുക്ക് ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ല. 1.5 lakhs നിങ്ങൾക്ക് ലോസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് ഫ്യൂച്ചർ ഇയേഴ്സിലെ പ്രോഫിറ്റ് ആയിട്ടും അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങളുടെ ബിസിനസ് ഇൻകം ആയിട്ടൊക്കെ നമുക്കത് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. സുധീഷ് അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ എൻ്റെ വൈഫിന്റെ അക്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്, വൈഫിന്റെ പേരിൽ ITR ഫയൽ ചെയ്യേണ്ടതുണ്ടോ? തീർച്ചയായും നിങ്ങൾ ആരുടെ പേരിൽ ചെയ്യുന്നു എന്നുള്ളതല്ല. നിങ്ങളുടെ വൈഫിന്റെ പേരിലാണെങ്കിൽ നിങ്ങളുടെ പേരിലല്ല ചെയ്യേണ്ടത്, വൈഫിന്റെ പേരിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അടുത്തത് FNO ലോസ് സ്വിംഗ് ട്രേഡിൽ പ്രോഫിറ്റും ആയിട്ടുണ്ട്, സെറ്റ് ഓഫ് ആക്കാൻ അത് നമ്മൾ ഓൾറെഡി ക്ലിയർ ചെയ്താണ്. അതായത് FNOയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്വിംഗ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. FNOയുടെ പ്രോഫിറ്റ് FNOയുടെ ലോസ് ആയിട്ടാണ് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സതീഷ് സെയിം ക്വസ്റ്റ്യൻ. ഇക്വിറ്റി ഷോർട്ട് ടൈം ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. FNO ആണ് നമുക്ക് പറ്റുന്നത്. ഒരുപാട് ആളുകൾ അതേ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. വാട്ട് അബൌട്ട് മ്യൂച്വൽ ഫണ്ട്? അതെ, ആദ്യമായിട്ടാണ് നസീർ മ്യൂച്വൽ ഫണ്ട് റിട്ടേണിന്റെ ടാക്സിനെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് അതിൽ നമുക്ക് ഇതേപോലെ ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോസ് വരുന്ന സമയത്ത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുക. നോർമൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിനിൽ വരുന്ന 20% അല്ലെങ്കിൽ ലോങ് ടൈം ആണെങ്കിൽ 12.5% എന്നുള്ള രീതിയിൽ നമുക്ക് ടാക്സ് വരും. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ മേജർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഡൗട്ടുകൾ നമ്മൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാം. തീർച്ചയായിട്ടും ആ കമൻറ്റിന് നമ്മൾ റിപ്ലൈ തീർച്ചയായിട്ടും തരും. കൂടാതെ തന്നെ ITR ഇപ്പൊ നമ്മൾ ഇത്രയും സംസാരിച്ചതിന് ശേഷം ITR ഫയൽ ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തോന്നണം. അപ്പൊ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റിൽ തീർച്ചയായിട്ടും ഫോം നമ്മൾ ഫില്ല് ചെയ്ത് വെക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു സൺഡേ ആണ്, എല്ലാ ആളുകളുടെയും സമയം. എനിക്ക് തോന്നുന്നു ആളുകൾ ഇപ്പോഴാണ് കൂടുതൽ വന്നത്. നമ്മൾ ഷാർപ്പ് 5 o'clock സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൺഡേ കൂടുതൽ ടൈം നിങ്ങൾ ആരുടെയും എടുക്കുന്നില്ല. അടുത്ത ആഴ്ചയിൽ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട്, നിങ്ങൾക്ക് ഉപകാരമുള്ള ടോപ്പിക്കായിട്ട് എത്താം. ഇന്ന് ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ മാത്രം ഇദ്ദേഹം പാലക്കാട് നിന്ന് ഇവിടെ നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് ഇദ്ദേഹം വന്നതാണ്. അപ്പോൾ വിഷ്ണു ഇത്ര ദൂരം വന്ന് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു ഫിനാൻഷ്യൽ അവയർനെസ് കൊടുത്തതിൽ എൻ്റെ പേരിൽ ഞാൻ നന്ദി പറയാണ്, നിങ്ങളുടെ പേരിലും നന്ദി പറയുന്നു. അവസാനമായിട്ട് വിഷ്ണു സംസാരിച്ചത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സർവീസ് കാര്യങ്ങൾ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ആ ഫോം ഫില്ല് ചെയ്താൽ മതി. നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾ ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ കോൺടാക്ട് ചെയ്തു അങ്ങനെ ഒരു സിറ്റുവേഷനിൽ, കാരണം 1, 2, 3 ദിവസം എടുക്കും. കാരണം വെച്ചാൽ ഒരുപാട് പേര് ലീഡ്സ് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അവർക്കെല്ലാം വിളിച്ചെത്തണം, വിളിച്ച് മെസ്സേജിലൂടെയൊക്കെ എത്തും. അപ്പൊ നിങ്ങൾ നമ്മുടെ ഓഫീസിൽ നിന്ന് എൻ്റെ പേര് പറഞ്ഞിട്ട് എൻ്റെ ഓഫീസിൽ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിൽ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് ഡാറ്റ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ
നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ് ഓൾ.